സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ബ്രഹ്മശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി രചിച്ച ശ്രീമന്നാരായണത്തിൽ കൂടിയുള്ള ഒരു തീർത്ഥയാത്ര ആരംഭിക്കാം. നാരായണീയ വേണുഗാനം എന്ന ആ തീർത്ഥയാത്ര ഇവിടെ ആരംഭിക്കാം. വാമം പാദം പ്രസാര്യ ശ്രിതദുരിതഹരം ദക്ഷിണം കുഞ്ചയിത്വാ ജാനുന്യാധായ വാമേതരമിതരഭുജം ശേഷഭോഗേ നിധായ പശ്ചാൽപാണിദ്വയേന പ്രതിപടശമനേ ശംഖചക്രേ ദധാന ദേവോ ഭൂഷാദിയുക്ത ത്രിദശപതിനുതപ്പാതു പൂർണ്ണത്രയീശ. കഥാമയും ഭാഗവതാഭിധാനം ഹരേതനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതിത്വൽ പരിതോഷകാമസ്തൗമി പ്രസീദാച്യുതമാരുതേശ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേ ശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ദശകം 1. ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും. 1-2 ശ്ലോകങ്ങൾ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽഭാതി സാക്ഷാൽ ഗുരു പവനപുരേ ഹന്ത ഭാഗ്യം ജനാനം. ആമുഖത്തിൽ പറഞ്ഞ പോലെ മേൽപ്പത്തൂർ ആദ്യത്തെ ശ്ലോകത്തിൽ തുടങ്ങണത് ഗുരുവായൂരപ്പൻ്റെ ആ സാന്ദ്രാനന്ദ സ്വരൂപത്തെ, ആനന്ദസ്വരൂപത്തെ, സച്ചിദാനന്ദ സ്വരൂപത്തെ വർണ്ണിച്ചുകൊണ്ടാണ്. ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യത്തെ ശ്ലോകം ജന്മാദ്യസ്യ എന്നാരംഭിക്കുന്ന ആദ്യത്തെ ശ്ലോകം ബ്രഹ്മലക്ഷണം ആണ് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അതേപോലെ തന്നെ ശ്രീമന്നാരായണീയത്തിലും ആദ്യത്തെ ശ്ലോകം ബ്രഹ്മലക്ഷണമാണ്. അപ്പോൾ നിർഗുണസ്വരൂപിയായ പരമാത്മസ്വരൂപിയായ ഭഗവാന്റെ, ഈശ്വരൻ്റെ ആ ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മേൽപ്പത്തൂർ നാരായണീയ രചന അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ തൻ്റെ വാതരോഗശമനത്തിനായിട്ട് ഉപാസിക്കാൻ, ഭജിക്കാൻ ആരംഭിക്കുന്നത്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം. സാന്ദ്രമായ ആനന്ദം. എന്താണ് സാന്ദ്രമായ ആനന്ദം എന്നാണെങ്കിൽ ശാശ്വതമായ ആനന്ദം, ഇടമുറിയാത്ത ആനന്ദം, അതേപോലെ ഇടമുറിയാത്ത ജ്ഞാനസ്വരൂപം. അങ്ങനെ ആ ഇടമുറിയാത്ത ആനന്ദവും ജ്ഞാനസ്വരൂപമാവുന്ന ആ അവിടുത്തെ ആ രൂപം, അതേപോലെ ആ സദൃശ്യമായിട്ട് മറ്റൊന്നില്ല, ഉപമിക്കാൻ പറ്റില്ല എന്നർത്ഥം. വേറൊന്നിനോട് ഉപമിക്കാൻ പറ്റില്ല. എന്തിനെപ്പോലെ എന്നാണെങ്കിൽ എന്നങ്ങനെ പറയാൻ, ഉപമിച്ചുകൊണ്ട് പറയാൻ പറ്റാത്ത അവിടുത്തെ ആ നിർഗുണസ്വരൂപം. പിന്നെയോ കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. കാലത്തിനും ദേശത്തിനും അതീതമായിട്ടുള്ള, അല്ലെങ്കിൽ കാലത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ആ ഒരു ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്താൻ പറ്റാത്ത, അവധിയിൽ നിർത്താൻ പറ്റാത്ത, കാലത്തിൻ്റെയും ദേശത്തിൻ്റെയൊക്കെ പരിധിയിൽ നിന്ന് അതീതനായിട്ടുള്ള എന്ന് മാത്രമല്ല സുഖ ദുഃഖാദികളുടെ സംബന്ധമില്ല അവിടത്തേക്ക്, മായാബന്ധമില്ല എന്നർത്ഥം. അപ്പോൾ മായാബന്ധം ഉണ്ടെങ്കിലാണ് സുഖം ദുഃഖം എന്നുള്ള അവസ്ഥാഭേദങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവിടത്തേക്ക് ഈ മായാബന്ധം ഇല്ലാത്തതുകൊണ്ട്, മായയ്ക്ക് അതീതനായതുകൊണ്ട് സുഖ ദുഃഖാദികളുടെ ആ അവസ്ഥാഭേദങ്ങളും ഇല്ല.
പിന്നെയോ അനേകം ശ്രുതിവാക്യങ്ങളെ കൊണ്ട് അവിടുത്തെ ആ നിർഗുണസ്വരൂപം വ്യക്തമാക്കിയിട്ടുള്ള നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അപ്പോൾ അനേകം ശ്രുതിവാക്യങ്ങളെ കൊണ്ട് അവിടുത്തെ ആ നിർഗുണസ്വരൂപം പരമാത്മസ്വരൂപം വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും അസ്പഷ്ടം, സ്പഷ്ടമല്ല എന്നർത്ഥം. അവിടുത്തെ ആ അനേകം ശ്രുതിവാക്യങ്ങളെ കൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അസ്പഷ്ടമാണ്, ആർക്കും ഗ്രഹിക്കാൻ സാധിക്കണില്ല എന്നർത്ഥം. മുനീശ്വരന്മാർക്ക് എന്നല്ല, ജ്ഞാനികൾക്കോ അല്ലെങ്കിൽ പരമഹംസന്മാർക്ക് പോലും അവിടുത്തെ ആ തത്വം, അവിടുത്തെ ആ രൂപം, അവിടുത്തെ ആ ധർമ്മം, തത്വം ഗ്രഹിക്കാൻ വേണ്ട പോലെ ഗ്രഹിക്കാൻ സാധിക്കണില്ല എന്നർത്ഥം. ഇതുതന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ മുഹ്യന്തിയൽ സൂരയ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. യസ്മിൻ ബ്രഹ്മണി സൂരയോപി മുഹ്യന്തീതി എന്ന് ശ്രീധരാചാര്യർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള വ്യാഖ്യാനം. അപ്പോൾ യാതൊരു ബ്രഹ്മത്തിൻ്റെ, ഈശ്വരൻ്റെ മാഹാത്മ്യം ശരിക്ക് അറിയാതെ വിദ്വാൻമാർ അല്ല അഥവാ ജ്ഞാനികൾ പോലും മോഹിക്കുന്നു അഥവാ ഭ്രമിക്കുന്നു. ഈശ്വര മാഹാത്മ്യം പൂർണ്ണമായിട്ട് അറിയാൻ ആർക്കും സാധ്യമല്ല എന്നർത്ഥം. ഇത് തന്നെയാണ് കുന്തിദേവിയും ആ കുന്തി സ്തുതിയിൽ പറയണതും. അവിടുത്തെ ആ രൂപം ആർക്കും ഗ്രഹിക്കാൻ സാധിക്കില്ല, മൂഢന്മാർക്ക് ഒട്ടും ഗ്രഹിക്കാൻ സാധിക്കില്ല. മായാജവനികാച്ഛന്നമജ്ഞാധോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശാ നടോ നാട്യധരോ യഥാ. മൂഢന്മാർക്ക് അവിടുത്തെ ആ രൂപം അല്ലെങ്കിൽ അവിടുത്തെ ആ തത്വം ഗ്രഹിക്കാൻ സാധിക്കണില്ല. മൂഢന്മാർക്ക് എന്നുള്ളത് പോട്ടെ, യോഗീശ്വരന്മാർക്ക് പോലും ജ്ഞാനികൾക്ക് പോലും അവിടുത്തെ ആ തത്വം ഗ്രഹിക്കാൻ സാധിക്കണില്ല. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രീയാം. അപ്പോൾ മൂഢന്മാർക്ക് അവിടുത്തെ പ്രാപിക്കാൻ സാധിക്കണില്ല. അവിടുത്തെ ആ തത്വം തീരെ അപ്രാപ്യമാണ് എന്ന് നിസ്സംശയം പറയാം. എന്നാൽ ഈ മൂഢന്മാർക്ക് മാത്രമാണോ? ജ്ഞാനികളുടെ അവസ്ഥ എന്താ? യോഗീശ്വരന്മാരായ ഋഷിമാർക്കും ജ്ഞാനികൾക്കും പരമഹംസന്മാർക്ക് പോലും അവിടുത്തെ ആ മഹാത്മ്യം, അവിടുത്തെ തത്വം പൂർണ്ണമായിട്ടും ഗ്രഹിക്കാൻ സാധിക്കണില്ല. അതാണ് മേൽപ്പത്തൂരും ഇവിടെ പറയണത്. അസ്പഷ്ടം ദൃഷ്ടമാത്ര അസ്പഷ്ടം. അവിടുത്തെ ആ രൂപം, നിർഗുണസ്വരൂപം, പരമാത്മതത്വം, ബ്രഹ്മതത്വം യോഗീശ്വരന്മാർക്ക്, ജ്ഞാനികൾക്ക്, പരമഹംസന്മാർക്ക് പോലും ഗ്രഹിക്കാൻ സാധിക്കണില്ല. എന്നാൽ ഇത്രയൊക്കെ ആണെങ്കിലും ദൃഷ്ടമാത്രേ പുനഃ, ഒന്ന് കണ്ടാൽ ആ ആനന്ദസ്വരൂപിയായിട്ടുള്ള ആ രൂപം ഒന്ന് കണ്ടാൽ മതി. എന്തെന്നില്ലാത്ത ഒരു ആനന്ദാനുഭൂതി ആ സജ്ജനങ്ങൾക്ക് സാന്ദ്രാനന്ദമയമായിട്ടുള്ള അവിടുത്തെ ആ രൂപം ഒന്ന് കണ്ടാൽ തന്നെ സജ്ജനങ്ങൾക്ക്, അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക് എന്തെന്നില്ലാത്ത ആ ആനന്ദാനുഭൂതി ഉണ്ടാവണം. പരമപുരുഷാർത്ഥാണ് അവിടുത്തെ രൂപം. അപ്പോൾ അങ്ങനെയുള്ള ആ തൽ ബ്രഹ്മതത്വം, അങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള ബ്രഹ്മതത്വം മേൽപ്പത്തൂർ പറയണു. യോഗീശ്വരന്മാർക്ക് പോലും, ജ്ഞാനികൾക്ക് പോലും, പരമഹംസന്മാർക്ക് പോലും വേണ്ട പോലെ ഗ്രഹിക്കാൻ സാധിക്കാൻ പറ്റാത്തതായ അവിടുത്തെ ആ തത്വം, ബ്രഹ്മതത്വം ഇവിടതാ അടിയങ്ങളെപ്പോലെയുള്ള അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന സാധാരണ ഭക്തന്മാർക്ക്, യതികൾക്ക്, സജ്ജനങ്ങൾക്ക് ഉപാസിക്കാൻ വേണ്ടിയിട്ട്, ഭജിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരിൽ ഇപ്പോൾ ഗുരുവായൂരപ്പനായിട്ട് പ്രത്യക്ഷമായി തന്നെ വിളങ്ങണു. ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം തത്താവൽ ഭാതി സാക്ഷാൽ. ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. സജ്ജനങ്ങളുടെ ഭാഗ്യം അതാണ് മഹാന്മാരുടെ ലക്ഷണം. സ്വാർത്ഥതയില്ല എന്നർത്ഥം. എൻ്റെ ഭാഗ്യം എന്നല്ല പറയണത്. അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന എല്ലാവരുടെയും, ഓരോരുത്തരുടെയും, സജ്ജനങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യം എന്നാണ് മേൽപ്പത്തൂർ ഇവിടുത ഈ ആദ്യത്തെ ശ്ലോകം കൊണ്ട് പറയണത്. പിന്നീട് പറഞ്ഞു,
ഇത്രയൊക്കെ അവിടുത്തെ ആ നിർഗുണസ്വരൂപം യോഗീശ്വരന്മാർക്ക് പോലും പ്രാപിക്കാൻ പറ്റാത്ത, വേണ്ട പോലെ ഗ്രഹിക്കാൻ പറ്റാത്ത അവിടുത്തെ തത്വം ഗുരുവായൂരപ്പനായിട്ട് ഒരു നാമം സ്വീകരിച്ച്, ഒരു രൂപം സ്വീകരിച്ചതാ ഗുരുവായൂരിൽ വിളങ്ങണു, പ്രശോഭിക്കണു എന്നിങ്ങനെ അവിടുത്തെ ആ കാരുണ്യം എത്ര എത്ര ഉണ്ടായിട്ടും ഗുരുവായൂരപ്പ ഓരോരുത്തർ മറ്റ് പലതിനെയും ആശ്രയിക്കണു. എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് അതിൻ്റെ ആവശ്യം എന്നാണിതാ അടുത്ത ശ്ലോകത്തിൽ മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനോട് ചോദിക്കുകയാണ്. ഏവം ദുർലഭ്യവസ്തുന്യഭിസുലഭതയാ അസ്ഥലബ്ധേ യദന്യൽ തന്വാവാചാധിയാ വാ ഭജതി ബദജന ക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. ഈ ബ്രഹ്മതത്വം വളരെ ദുർലഭമായ വസ്തുവാണെങ്കിലും ഇതാ ഇപ്പം ഇങ്ങനെ സുലഭമായിട്ട് കൈക്ക് മുമ്പിൽ കിട്ടിയിരിക്കണു. അത് അവിടുത്തെ കാരുണ്യം. പിന്നെ ആളുകൾ വേറെ വല്ല വസ്തുക്കളെയും വല്ലതിനെയും ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ എന്തിനാ ആശ്രയിക്കണേ? എന്തിനാ ഓടിപ്പാഞ്ഞ് നടക്കണത്? എന്തിനാ മറ്റു വല്ലതിനെയും ആശ്രയിച്ചുകൊണ്ട് എന്തിനാ ഓടിപ്പാഞ്ഞ് നടക്കണത്? കഷ്ടം കഷ്ടം അല്ലേ എന്നാണ് മേൽപ്പത്തൂർ അവിടെ ഇങ്ങനെ ഗുരുവായൂരപ്പനോടായിട്ട് ചോദിക്കണ പോലെ പറയാണ്. സ്പഷ്ടമായ, അത് വളരെ വ്യക്തമായിട്ടുള്ള കൊള്ളരുതായ്മ എന്നാണ് ആ വാക്ക് തന്നെയാണ് മേൽപ്പത്തൂർ അവിടെ ഉപയോഗിക്കണത്. പക്ഷെ എന്നാൽ ഇതാ ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാവഹത്യൈ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. അപ്പോൾ എല്ലാ പീഡകൾക്കും വിശ്വപീഡാവഹത്യൈ 3 പീഡകളെ പറ്റി പറയുന്നുണ്ട്. ആദി ദൈവികം, ആദി ഭൗതികം, ആധ്യാത്മികം, ഇങ്ങനെ 3 പീഡകളെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ താ മേൽപ്പത്തൂർ വരണു എല്ലാ വിശ്വപീഡാവഹത്യൈ, എല്ലാ പീഡകൾക്കും എന്താ പറയുക, ഭഗവാനെ ആശ്രയിക്കണു, എല്ലാ പീഡകളിൽ നിന്നും മോചിതരാക്കണു അവിടുത്തെ ആ കാരുണ്യം കൊണ്ട്. അങ്ങനെ എല്ലാ സമസ്ത പീഡകളുടെയും അറുതിക്കായിതാ അടിയങ്ങളെ പോലെയുള്ളവർ ഗുരുവായൂരപ്പ അവിടുത്തെ തന്നെ ആശ്രയിക്കണു. അവിടുത്തെ ആ കാരുണ്യം അതുകൊണ്ടാണല്ലോ എല്ലാ പീഡകൾക്കും അറുതി വരുത്തുന്നത്. ഗുരുവായൂരപ്പ അടിയങ്ങളെ പോലെയുള്ളവർ അവിടുത്തെ പാതാരവിന്ദങ്ങളെ തന്നെ ആശ്രയിക്കണു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ 2-ാമത്തെയും 3-ാമത്തെയും ശ്ലോകത്തിൻ്റെ ഒരു സാരം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഭാഗവതത്തിലും ഇത് തന്നെയാണ് പറയണത്. വേദവ്യാസനാണ് ശ്രീമദ് ഭാഗവതം രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഭാഗവതത്തെ ആശ്രയിക്കുന്ന ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി, അങ്ങനെ ശബ്ദാവതാരം എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗവതം സമസ്ത പീഡകളെയും ആ ഭാഗവതത്തെ, ഭഗവാനും ഭാഗവതവും രണ്ടല്ല ഒന്നാണ്. അപ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്ന പോലെ തന്നെയാണ് ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിച്ചാലും ഉള്ള ഫലം. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം വേദവ്യാസമുനി രചിച്ച് സജ്ജനങ്ങൾക്ക് പകർന്ന് നൽകിയിട്ട് പിന്നെന്തിനാ മറ്റുള്ളതിനെ ആശ്രയിക്കണേ എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ ഈ 2-ാമത്തെയും 3-ാമത്തെയും ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നുണ്ട്. ആ ശ്രീശുഖബ്രഹ്മർഷിയുടെ തിരുമുഖത്തു നിന്ന് ഒഴുകി വന്നിട്ടുള്ളതായ ആ ഭാഗവതാമൃതം പിബത പാനം ചെയ്യൂ എന്നാണ് പറയണത്. ആ 2-3 ഭാഗവതത്തിലെ 2-3 ശ്ലോകത്തിൻ്റെ സാരം തന്നെയാണ് ശ്രീമദ് നാരായണീയത്തിലും മേൽപ്പത്തൂർ ഈ 2-ാമത്തെ ശ്ലോകത്തിലും സംഗ്രഹിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ സ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.